അനിഴ നക്ഷത്രക്കാർ പൊതുവെ നല്ല ലോയൽ പേഴ്സണാലിറ്റി ഉള്ളവരാണ്. ഒരാളെ വിശ്വസിച്ചാൽ അവസാനം വരെ കൂടെ എന്തായാലും ഉണ്ടാവും. ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് നന്നായിട്ട് തന്നെ കാണും. സൈലൻ്റായിട്ട് നല്ല സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. പ്രശ്നങ്ങളൊന്നും അങ്ങനെ പുറത്ത് പറയില്ല. എല്ലാം ഉള്ളിൽ ഇങ്ങനെ സഹിച്ചും കൊണ്ടേയിരിക്കും. നല്ല സ്ട്രോങ് വിൽ പവർ ഉണ്ട്. ലൈഫിൽ ഒബ്സ്റ്റാക്കിൾസ് വന്നാലും ഈസിലി ഗിവ് അപ്പ് ചെയ്യില്ല. അതായത് വിഘ്നങ്ങൾ എന്തെങ്കിലും വന്നാലും പെട്ടെന്ന് നിങ്ങൾ മറക്കൊന്നുമില്ല. സ്ലോ ഗ്രോത്ത് ആണ്, പക്ഷെ പെർമനൻറ്റ് സക്സസ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. ഇമോഷണലി നല്ല ഡെപ്ത് കൂടുതലാണ്. പുറത്ത് സ്ട്രോങ് ആണെങ്കിലും ഉള്ളിൽ നല്ല സെൻസിറ്റീവാണ്. ട്രസ്റ്റ് ഇഷ്യൂ നന്നായിട്ടുണ്ട്. ഒരിക്കൽ ചതിക്കപ്പെട്ടാൽ വീണ്ടും വിശ്വസിക്കാൻ സമയമെടുക്കും. ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് വഴിയാണ് എന്തായാലും ഉണ്ടാവുക. ലൈഫ് എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ എന്തായാലും കഴിവുണ്ട്. മണി മൈൻഡ് സെറ്റാണ്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നല്ല ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. റിസ്ക് എടുക്കുന്നത് കുറവാണ്. അതുകൊണ്ട് സേഫ് പ്ലാനിങ് ആണ്. റിസ്ക് എടുക്കുന്നത് എപ്പോഴും കുറവായിരിക്കും. അതുകൊണ്ട് പ്ലാനിങ് ഒക്കെ സേഫായിട്ട് തന്നെ പോവുകയുള്ളൂ. ഫെബ്രുവരി മാസത്തിൽ കരിയർ പരമായിട്ട് ഹാർഡ് വർക്ക് നല്ല കൂടുതലാണ്. അപ്രീസിയേഷൻ കുറവാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. വർക്കിൽ പ്രഷറും ഉണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും. സേവിങ്സിൽ ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. ട്രസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ്, അതിൻ്റെ ടെൻഷനൊക്കെ ചിലർക്ക് ഉണ്ടായിട്ടുണ്ടാവും. മാനസികം നോക്കുകയാണെങ്കിൽ ലോൺലിനെസ് എന്തായാലും ഫീൽ ചെയ്യും. ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ എന്തായാലും ഉണ്ടാവും. ഓവർ തിങ്കിങ് ആണ് പ്രശ്നം. അങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. കാര്യങ്ങൾ എളുപ്പത്തിൽ ആദ്യം തോന്നുന്നത് ചെയ്തു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പഴയ മെമ്മറീസൊക്കെ നല്ല രീതിയിൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാവാം. മാർച്ച് മാസത്തിൽ കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എന്തായാലും ഇതുപോലൊക്കെ തന്നെ സ്ലോ ആയിരിക്കും. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പക്ഷേ റെസ്പോൺസിബിലിറ്റി എന്തായാലും കൂടും. വർക്ക് പ്രഷറും ഉണ്ടാവും, ഇല്ലാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു മോഡറേറ്റ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ മാർച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ കുറച്ച് റെക്കഗ്നിഷനൊക്കെ എന്തായാലും ഉണ്ടാവും. ജോലിയിൽ കുറച്ച് സ്റ്റെബിലിറ്റി എന്തായാലും കൂടും. ജോലി എന്തായാലും പോവുകയില്ല. അതിനു വേണ്ടി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജോലി മാറാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു റെസ്പോൺസ് തന്നെയാണ്. പക്ഷെ റെസിഗ്നേഷൻ എഴുതിയിട്ട് വേറെ ജോലി നോക്കരുത്. മാർച്ച് 22 ശേഷം മാത്രം അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്താൽ മതി. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് സ്ലോ ആണ്, പക്ഷെ ഒരു സ്റ്റഡി ഗ്രോത്ത് തന്നെ ഉണ്ടാവും. പഴയ കോണ്ടാക്ട് വഴി എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. മാസം അവസാനം ചെറിയ പ്രോഫിറ്റ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. പാർട്ട്ണർഷിപ്പ് എന്തായാലും മാസം അവസാനത്തിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് കൂടുതൽ തന്നെയാണ് മാർച്ച് ആദ്യവാരങ്ങളിൽ. അതുകൊണ്ട് സൂക്ഷിക്കണം. പരമാവധി പർച്ചേസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. മാർച്ച് 20 ശേഷം വലിയ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ആ സമയം കൊണ്ട് നിങ്ങളുടെ പൈസ എല്ലാം തീർന്നിട്ടും ഉണ്ടാവും. പെൻഡിങ് മണി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ തരാൻ മടിക്കുന്നവരാണെങ്കിൽ ചോദിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. കാരണം നിങ്ങളുടെ പൈസയാണ്. അതുകൊണ്ട് കടം കൊടുക്കുന്നത് ചോദിച്ചു വാങ്ങുക തന്നെ വേണം. സേവിങ്സ് ഗ്രാജുവലി എന്തായാലും ഇംപ്രൂവ് തന്നെയാവും. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ മാർച്ച് അവസാന ആഴ്ച മാത്രം മതി. റിലേഷൻഷിപ്പിൽ എന്തായാലും ഫസ്റ്റ് ഹാഫിൽ എന്തായാലും ഇമോഷണലി ഒരു ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒരു സാധ്യതയുണ്ട്. സെക്കൻഡ് ഹാഫിൽ എന്തായാലും ട്രസ്റ്റ് റീബിൽഡ്, ഒരു വിശ്വാസമൊക്കെ കിട്ടും. പക്ഷെ എന്നാലും നിങ്ങൾ ഒരു വിശ്വാസമില്ലായ്മ കണ്ണുകൊണ്ട് കാണുന്നതായിരിക്കും നല്ലത്. ബോണ്ടിങ് സ്ട്രോങ് തന്നെയാണ്, പക്ഷെ ഡിസ്റ്റൻസ് വേണം. പഴയ റിലേഷൻഷിപ്പ് റീകണക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിലുള്ളവരടുത്ത് പഴയ റീകണക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ട്ഷിപ്പ് വഴി ഒരു പ്രണയം ഉണ്ടാവാനും സാധ്യത നന്നായിട്ട് കാണുന്നുണ്ട്. കുടുംബം നോക്കുന്ന ഒരാളാണെങ്കിൽ, കുടുംബസ്ഥനാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്തായാലും കൂടും. മാസം അവസാനമാകുമ്പോൾ കുറച്ച് സമാധാനമൊക്കെ കുടുംബത്തിൽ എന്തായാലും ഉണ്ടാവും. ആരോഗ്യം നോക്കുകയാണെങ്കിൽ സ്ട്രെസ്, ബോഡി പെയിന് അതൊക്കെ എന്തായാലും ഉണ്ട്. ജോയിന്റ്, ബാക്ക് പെയിനും എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റെസ്റ്റ് ആണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടത്.